അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിനൊപ്പം 4ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് 12ാമത്തെ പാഠഭാഗം പഠിക്കുവാൻ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. അദ്ദർസു സാനി അഷറ യാ ബുനയ്യ ലാ തക്ദിബ് അബദ. ഒരു കച്ചവട സംഘം ജീലാനിൽ നിന്ന് പുറപ്പെട്ടതാണ്. ധാരാളം കച്ചവട ചരക്കുകളുമായി ആ സംഘം മുന്നോട്ട് നീങ്ങുന്നു. ദീർഘദൂരയാത്രയായതിനാൽ ഒരിടത്തവർ വിശ്രമിക്കാനിറങ്ങി. പെട്ടെന്നാണത് സംഭവിച്ചത്. ഒരു കൊള്ളസംഘം അവരെ വളഞ്ഞു. കച്ചവട ചരക്കുകളെല്ലാം അവർ കൈവശപ്പെടുത്തിക്കൊണ്ടിരുന്നു. കച്ചവട സംഘത്തിലെ മുതിർന്നവരെയെല്ലാം അവർ ബന്ദിയാക്കിയിരിക്കുന്നു. അക്കൂട്ടത്തിൽ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. അബ്ദുൽ ഖാദിർ എന്നാണ് പേര്. മാതാവ് ആ കുട്ടിയെ ഇൽമ് പഠിക്കാൻ യാത്രയാക്കിയതാണ്. കൊള്ളത്തലവൻ അബ്ദുൽ ഖാദറിനോട് ചോദിച്ചു, നിന്റെ കൈവശം എന്തുണ്ട്? ഒരു കൂസലുമില്ലാതെ കുട്ടി പറഞ്ഞു, 40 സ്വർണ്ണ നാണയം. അയാൾക്ക് അത്ഭുതമായി. അയാൾ ചോദിച്ചു, അത് എവിടെയിരിക്കുന്നു? ഇതാ ഈ ഉടുപ്പിൻ്റെ ഉള്ളറയിൽ, കുട്ടി പറഞ്ഞു. കുട്ടിയുടെ കളങ്കമില്ലാത്ത ഭാവം കണ്ട് കൊള്ളത്തലവൻ വീണ്ടും ഞെട്ടി. അയാൾ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇക്കാര്യം മറച്ചു വയ്ക്കാതിരുന്നത്? കുട്ടി പറഞ്ഞു, എൻ്റെ ഉമ്മയുടെ ഉപദേശം കാരണമാണത്. മോനെ, നീ ഒരിക്കലും കളവ് പറയരുത് എന്ന് ഉമ്മ എന്നെ ഉപദേശിച്ചിരുന്നു. ആ കുട്ടിയുടെ സത്യസന്ധത കൊള്ളത്തലവന്മാരിൽ മാനസാന്തരമുണ്ടാക്കി. അയാൾ ചിന്തിച്ചു, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര വലിയ കുറ്റമാണ്. ഒരു കുട്ടിയുടെ സന്മാർഗ ചിന്ത പോലും എനിക്കില്ലാതെ പോയല്ലോ. അദ്ദേഹം ഖേദിച്ചു പശ്ചാത്തപിച്ചു നല്ലവനായി മാറി. ബാല്യം മുതൽ നല്ല ശീലങ്ങളിലൂടെ വളർന്ന ആ കുട്ടിയാണ് പിൽക്കാലത്ത് ഔലിയാക്കളുടെ നേതാവായി മാറിയ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ. ഖാല അല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. അല്ലാഹു പറഞ്ഞു, ഈ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, സത്യസന്ധന്മാരോടൊപ്പം ആകുകയും ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സത്യസന്ധതയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇവിടെ ഒരു ഉമ്മ മകന് ഉപദേശം നൽകിയിരിക്കുകയാണ്, മകനെ നീ കളവ് പറയരുത് എന്ന്. ആ ഉപദേശം നൽകി ഉമ്മ മകനെ ഇൽമ് പഠിക്കുവാനായി യാത്രയാക്കുകയാണ്. പോകുന്ന വഴിയിൽ ധാരാളം കൊള്ളത്തലവന്മാർ ഉള്ളതാണെന്ന് ഉമ്മയ്ക്കറിയാം. അതുകൊണ്ട് ഉമ്മ എന്താ ചെയ്തത്? മകൻ്റെ ആവശ്യത്തിനുള്ള സ്വർണ്ണ നാണയങ്ങൾ വസ്ത്രത്തിൻ്റെ ഉള്ളറയിലെ കീശയിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ഉമ്മ ഭയന്നതുപോലെ തന്നെ വഴിയിൽ ഇവർ വിശ്രമിക്കാൻ ഇറങ്ങിയ തക്കത്തിന് കൊള്ളസംഘം ഇവരെ വളയുകയും കച്ചവട ചരക്കുകളും പണവും എല്ലാം കൈവശപ്പെടുത്തുകയും മുതിർന്നവരെയൊക്കെ ബന്ദിയാക്കുകയും ചെയ്തു. കൂട്ടത്തിലുണ്ടായിരുന്ന കുട്ടിയോട് നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന ചോദ്യത്തിന് കുട്ടിയുടെ മറുപടി കേട്ട കൊള്ളത്തലവൻ അത്ഭുതപ്പെട്ടു. അതായത്, നമ്മളോടാണ് ആരെങ്കിലും വന്നിട്ട് നിൻ്റെ കയ്യിൽ എന്താ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉള്ളതെല്ലാം മറച്ചു വെച്ചിട്ട് ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയും അല്ലേ? പക്ഷേ ആ കുട്ടി എന്താ ചെയ്തത്? അങ്ങനെയൊന്നും പറഞ്ഞില്ല, അത് സത്യം പറഞ്ഞു. ഒരു പക്ഷേ കുട്ടിയെ അവർ പരിശോധിച്ചിരുന്നെങ്കിലും കണ്ടെത്താനാകാത്ത രീതിയിലായിരുന്നു ആ ഉമ്മ ആ നാണയങ്ങൾ സൂക്ഷിച്ചു വെച്ചത്. എന്നിട്ടും ആ കുട്ടി കളവ് പറയാൻ തയ്യാറായില്ല. എൻ്റെ അടുത്ത് 40 സ്വർണ്ണ നാണയങ്ങളുണ്ടെന്ന് വെട്ടിത്തുറന്ന് പറയുകയാണ് ഉണ്ടായത്. അതുമാത്രമല്ല, അത് എവിടെയാണ് ഇരിക്കുന്നതെന്നും കാണിച്ചു കൊടുത്തു അല്ലേ? ഇത് കേട്ടപ്പോൾ കൊള്ളത്തലവന് ലജ്ജ തോന്നി. ഈ കൊച്ചുകുട്ടിക്കുള്ള അത്രയും പോലും നല്ല ചിന്ത എനിക്കില്ലാതെ പോയല്ലോ എന്നോർത്ത് അയാൾക്ക് കുറ്റബോധം തോന്നി അല്ലേ? അയാൾ ഖേദിച്ച് പശ്ചാത്തപിച്ച് നല്ലവനായി മാറുകയും ചെയ്തു. നോക്കൂ, ആ കുട്ടിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ ഇത്രയും നാളും ചെയ്തിരുന്ന തെറ്റിൽ നിന്നും പശ്ചാത്തപിച്ച് അയാൾ നല്ലവനായിട്ട് മാറി അല്ലേ? നമ്മുടെ ഓരോ പ്രവൃത്തികളും നമ്മൾ പോലും അറിയാതെ ഓരോ മനുഷ്യരിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചിലത് നല്ല മാറ്റങ്ങളും ചിലത് ചീത്ത മാറ്റങ്ങളും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം നന്മ നമ്മളിലേക്കും വന്നു ചേരും. എന്നാൽ തെറ്റുകളാണ് നമ്മൾ കാണിച്ചു കൊടുത്ത് അവർ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? അവർ ചെയ്യുന്ന തെറ്റുകളുടെ എല്ലാം ഒരു ഭാഗം തിന്മ നമ്മളിലേക്കും വന്നു ചേരുന്നതാണ്.
നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ കൂടെ അവർ ചെയ്യുന്ന പാപഭാരവും കൂടി നമ്മൾ ചുമക്കേണ്ടി വരും. അതിൻ്റെ ശിക്ഷയും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ മുഖേന ആരും ചീത്ത പഠിക്കാൻ കാരണമാകരുത്. അങ്ങനെ ആ കുട്ടി ആരായിരുന്നു? ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ കുട്ടി. അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, ഈ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും സത്യസന്ധന്മാരോടൊപ്പം ആകുകയും ചെയ്യുക എന്ന്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ആര് കാണുന്നുണ്ട്? അല്ലാഹു കാണുന്നുണ്ട്. ആരെഴുതി വെക്കുന്നുണ്ട്? അല്ലാഹു ഏൽപ്പിച്ച മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല, അല്ലേ? ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. 1. ഉത്തരം എഴുതുക. 1. കച്ചവട സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയുടെ പേരെന്ത്? എന്താണ്? അബ്ദുൽ ഖാദിർ. 2. കുട്ടി എന്തിനാണ്? ഇൽമു പഠിക്കുവാൻ. 3. കൊള്ളത്തലവൻ്റെ മാനസാന്തരത്തിന് കാരണമെന്ത്? നിന്റെ കൈവശം എന്തുണ്ട് എന്ന കൊള്ളത്തലവൻ്റെ ചോദ്യത്തിന് 40 സ്വർണ്ണ നാണയമുണ്ട് എന്നും അത് ഇരിക്കുന്ന സ്ഥലം കാട്ടിക്കൊടുക്കുകയും ഒരിക്കലും കളവ് പറയരുത് എന്ന എൻ്റെ ഉമ്മയുടെ ഉപദേശം കാരണമാണ് ഞാനിങ്ങനെ പ്രവർത്തിച്ചത് എന്ന് പറയുകയും ചെയ്ത ആ കുട്ടിയുടെ സത്യസന്ധതയാണ് കൊള്ളത്തലവനിൽ മാനസാന്തരമുണ്ടാക്കിയത്. 4. ഔലിയാക്കളുടെ നേതാവായത് ആര്? ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. 2. പൂരിപ്പിക്കുക. 1. മോനെ, നീ ഒരിക്കലും ഡാഷ് എന്ന് ഉമ്മ ഉപദേശിച്ചിരുന്നു. എന്താണ് ഉമ്മ ഉപദേശിച്ചിരുന്നത്? മോനെ, നീ ഒരിക്കലും കളവ് പറയരുത് എന്നാണ് ഉമ്മ ഉപദേശിച്ചത്. 3. പാടിപ്പഠിക്കാം. കള്ളം പറയല്ല എന്നുമ്മ ചൊന്നാരേ, കള്ളൻ്റെ കയ്യിൽ പൊന്നു കൊടുത്തോവർ. കേട്ടിട്ടുണ്ടോ ഈ വരികൾ? കേട്ടിട്ടുണ്ടല്ലേ? പാടിപ്പഠിക്കാമല്ലോ, എളുപ്പമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. ആരോടും കളവ് പറയാതെ സത്യസന്ധരായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.